ഹായ്, അപ്പോൾ ഇന്ന് എങ്ങനെ ഈസി ആയിട്ടൊരു കേരള സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. ബാച്ചിലേഴ്സിനും ഉണ്ടാക്കാം, എരിവൊന്നുമില്ല, ചെറിയ കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ വരി നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം അതിനാണ് നല്ലൊരു മണം വരുന്നത്. അപ്പം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 4 വറ്റൽമുളകാണ് ഇട്ടിട്ടുള്ളത്. അതൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഒരു കൈ അളവ്, കാരണം നന്നായിട്ട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി, മുരിഞ്ഞാൽ മാത്രം മതി. അതിൽ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, കാരണം അതിലൊരു സ്മെല്ല്, നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ കറി. ഇതാണ് നല്ലൊരു മണം കൊടുക്കുന്നത് എല്ലാത്തിനും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ 3 സവാളയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം വലുത് തന്നെ വേണം, ഒത്തിരി സവാള ഇരുന്നാലേ ഇവിടെ കഴിക്കാനും നല്ല ടേസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ കുറേ പേരുണ്ട്, ഒരു 8 പേരുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് നോക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. വഴണ്ട് വരാനായിട്ട് കുറച്ച് ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റി കൊടുത്തു. അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പം അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം കൂടെ ഉള്ളിയിലോട്ട് ഇറങ്ങണം. അത് കഴിഞ്ഞത് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒരു പച്ചക്കുത്ത് മാറണം, ആ മസാലേൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു സ്മെല്ല് ഡിഫറൻസ് അറിയാൻ പറ്റും. അത് കഴിഞ്ഞതും അതിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും കുറച്ച് പുതിനയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ തന്നെ വെക്കുക, എന്നാലേ എൻ്റെ ഒരു മണം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ചിക്കനും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ കിടന്ന് ഡ്രൈ ആവണം, നന്നായിട്ട് ഡ്രൈ ആവണം. അതിൽ നിന്ന് വരണം വെള്ളം. എന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ആ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. ഞാൻ വെള്ളം ഒഴിച്ചേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2ാം പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് 2ാം പാൽ ഒഴിച്ചു. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തു. വേറെ വെള്ളമായിട്ട് ഞാൻ ചേർക്കുന്നില്ല, ഈ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കൊതി വരണം, കാരണം ഇതിൽ നിന്നാണ് വേഗമുള്ളത്. ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി വെള്ളം. പിന്നെ 1ാം പാലും കൂടെ ഒഴിച്ചു. അതെടുക്കാൻ പറ്റില്ല വീഡിയോ. അപ്പോൾ അത്രയുള്ള ആപ്പവും ചിക്കൻ കറിയും കൂടെ വെച്ചാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും, ട്രൈ ചെയ്ത് നോക്കുക.